എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. കുറേ ആയി ഫുഡ് വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പം എന്നാൽ ഇങ്ങനെ നല്ല മഴ കണ്ടപ്പോൾ ഞാൻ ഇലയുടെ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പം എന്നാൽ ഇലയുടെ ഉണ്ടാക്കിയാലോ. ഞാനിപ്പോൾ ഇലയൊക്കെ പറിക്കാൻ വേണ്ടി പോയിട്ടാണ്. വീട്ടിൻ്റെ ബാക്കിൽ 2-3 വാഴ ഉണ്ട്. അപ്പം അതിന്ന് ഇലയുടെ ഉണ്ടാക്കാനുള്ള ഇലയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇല പറിക്കാൻ വേണ്ടി പോയി. മഴ ഉണ്ട് ചെറുതായിട്ട്. അപ്പം അതിൻ്റെയാണിത്. ഇല മുറിക്കണം കേട്ടോ. ഇല മുറിക്കണേൻ്റെ ഒരു തത്രപ്പാടാണ്. കുറേ ഈ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടേ. അപ്പം അതിൻ്റെയാണ്. അപ്പം ആദ്യം അരിപ്പൊടി കൊട്ടുക. അരിപ്പൊടി നന്നായിട്ട് ആവശ്യത്തിനനുസരിച്ച് കൊട്ടുക. എന്നിട്ട് അതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായി കലക്കുക. അതിൽ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ഇങ്ങനത്തെ ഒരു പരിവാകും. ചിലവർ കട്ടിയിലുണ്ടാക്കും, ചിലവർ ഇങ്ങനെ ഉണ്ടാക്കും. ഞാൻ അങ്ങനെ ഉണ്ടാക്കണം. അപ്പോൾ നല്ല കട്ടിയില്ലാതെ കിട്ടും ഇലയുടെ. നമുക്കിങ്ങനെ ഗ്യാസ് കത്തിച്ചു കേട്ടോ. ഗ്യാസ് കത്തിച്ചു. എന്നിട്ട് ഇലയുടെ ഉള്ളിൽ വെക്കാനുള്ള ഒരു ഇതുണ്ടാവുമല്ലോ, നാളികേര മിക്സ്, അതുണ്ടാക്കാൻ പോവണേ. അപ്പോൾ പാനിൽ നെയ്യ് ഇട്ടു. പിന്നെ ആർക്കൊക്കെ ഇങ്ങനെ നാളികേരം എടുത്ത് കഴിക്കുന്ന ശീലമുണ്ട്, എനിക്കുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നാളികേരം ഇട്ട് നന്നായി ഇളക്കണം കേട്ടോ. നന്നായി ആ നെയ്യിലേക്ക് ആ നെയ്യും നാളികേരവും കൂടെ നന്നായിട്ട് മിക്സ് ആവണേ. നന്നായി ഇളക്കുക. അപ്പോൾ നെയ്യിൻ്റെ ഒരു കളറ് വരും, നാളികേരത്തിന് ഒരു മഞ്ഞ കളറ്. അത് കഴിഞ്ഞിട്ട് അതിൽ ഇത്തിരി ഏലക്കായ പൊടി ഇടണം കേട്ടോ. ഇത്തിരി അല്ല, ഞാൻ കുറച്ചധികം ഇട്ടു കേട്ടോ. എനിക്ക് ഏലക്കായ പൊടിയൊക്കെ നല്ലോണം ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഏലക്കായ പൊടി നല്ലോണം ഇട്ടിട്ടുണ്ട്. കുറച്ച് നല്ല മണം ഒരിക്കട്ടെ കൊണ്ട് ഞാൻ കുറച്ച് നിറയിട്ടുണ്ട്. ഏലക്കായ ഞാൻ പൊടിച്ച് വെക്കും, ഈ ചായക്കൊക്കെ യൂസ് ചെയ്യണ തന്നെ. പിന്നെ ശർക്കര പൊടി, ഞാൻ ശർക്കര പൊടിയാണ് ഇട്ട്. വേണമെന്നുള്ളവർക്ക് ശർക്കര വാങ്ങി പൊട്ടിച്ചിടാൻ. എനിക്ക് അതിന് മെനക്കെടാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ശർക്കര പൊടി വാങ്ങി ഇട്ടു. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ശർക്കര ഉരുകി നാളികേരത്തിൽ നന്നായിട്ട് ചേരും. അപ്പോൾ ഈ ഒരു കളർ കിട്ടും. ഈ ഒരു കളർ കിട്ടുമ്പോഴേ നമുക്ക് തിന്നാൻ തോന്നില്ല. ഞാൻ അതിൻ്റെ ഇടയിൽ കുറേ പ്രാവശ്യം എടുത്ത് കഴിച്ചിട്ടൊക്കെ ഉണ്ട്. എൻ്റെ അനിയത്തിയും കുറച്ചെടുത്ത് കഴിച്ചു. അപ്പോൾ നമുക്ക് ഇലയുടെ ഉണ്ടാക്കാം. അപ്പോൾ ഇലയിൽ നന്നായി നെയ്യ് തേക്കുക. നന്നായിട്ട് നെയ്യ് തേച്ചിട്ട് അതിൽ ആ മാവ് ഒഴിക്കുക. കുറച്ച് മാവ് വെള്ളം കൂടി ഞാൻ അതിൽ കുറച്ച് അരിപ്പൊടിയൊക്കെ ഇട്ട് കലർത്തി കറക്റ്റാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് പരത്തുക. നന്നായി പരത്തിയിട്ട് അതിൽ ആ മിക്സില്ലേ, ആ മിക്സ് ഇങ്ങനെ വയ്ക്കാം. കുറച്ച് നിറയെ വെച്ചോളൂ കേട്ടോ. ഞാൻ കുറച്ച് നിറയെ വയ്ക്കും, ചിലവർ വയ്ക്കില്ല. എനിക്ക് നല്ല മധുരമൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ നല്ലോണം വയ്ക്കും. അപ്പോൾ അത് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഈ വെള്ള പരുവത്തിൽ മാവ് വയ്ക്കുമ്പോഴല്ലേ അധികം ഇങ്ങനെ മാവ് കഴിക്കണ പോലെ തോന്നില്ല. നല്ല ചിലവരുണ്ടാക്കും, നല്ല കട്ടിയിലുണ്ടാക്കും ഈ മാവ്, നല്ല കട്ടിയിൽ. അതെനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പം ഇത് നല്ല തിന്നായിട്ടുള്ള ഇലയുടെയാണ്. നിറയെ ഉള്ളിലുള്ള ഫില്ലിങ്സ് നല്ലോണം കിട്ടും. അങ്ങനെ 2-3 ഞാൻ ഉണ്ടാക്കി. എന്നിട്ട് അത് കുക്കറിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ്സ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ഉണ്ടാക്കി ഓരോന്നും വെക്കുന്നുണ്ട്. ഞാൻ എല്ലാം ഒന്നും ഉണ്ടാക്കിയത് കാണിച്ചില്ല, ഫസ്റ്റ് ഒന്നും ഉണ്ടാക്കിയത് കാണിച്ചു. അപ്പം ആയിട്ടോ. നോക്കുമ്പോൾ ആയിട്ടുണ്ട്. നല്ല ഇലയൊക്കെ നന്നായി വാടി ആ ഇലയുടെയിൽ എൻ്റെ മണമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കട്ടൻ ചായ ഉണ്ടാക്കി. അതായത് കട്ടൻ ചായ പറഞ്ഞാൽ അതിൽ ഞാൻ മിഞ്ചൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയതാണ്. വെറുതെ മഴയൊക്കെ അല്ലേ, അപ്പോൾ ഒരു കൗതുകത്തിൽ ഉണ്ടാക്കിയതാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ഫില്ലിങ്ങൊക്കെ ആയിട്ടുള്ള കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല നെയ്യിൻ്റെ മണമൊക്കെ നല്ലോണം ഉണ്ട് അതിൽ. സൂപ്പറായിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ കട്ടൻ ചായയും നല്ല മഴയും നല്ല ചൂടോടൊക്കെയാണ് അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. ബൈ. ഹാപ്പി റെയിനി ഡേ. ടാറ്റാ.